ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ സ്പിരിച്വൽ ലെവൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വാലിറ്റി? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാവും. സ്പിരിച്വാലിറ്റിയിൽ കടന്നു വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസും, അത് ഈവൻ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ഒരുപാട് ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ജസ്റ്റ് കാർഡ് എടുക്കുകയാണ്. സോ ഈ സമയത്ത് നിങ്ങളടുത്ത് പ്രപഞ്ചത്തിന് ഈ സമയത്ത് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങളും നിങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. സോ ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം കാമായിട്ടിരുന്നതിന് ശേഷം ജസ്റ്റ് പറ്റുമെങ്കിൽ പഞ്ചഭൂതങ്ങളെ ഒന്ന് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് 5 പേരാണ്. മണ്ണ്, വായു, ജലം, വെളിച്ചം, ആകാശം, അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതാണ്. അപ്പം ആ ഒരു പഞ്ചഭൂതങ്ങളെയും ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കണക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പം സ്പിരിച്വൽ ലെവലിൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വൽ ലെവൽ വരുമ്പം നിങ്ങളുടെ നശിപ്പിക്കുന്ന നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവർ തകർക്കും. നിങ്ങൾ എത്ര വലിയ നിലയിലാണോ, നിങ്ങൾ എത്ര വലിയ സിറ്റുവേഷനിലാണോ, നിങ്ങൾ എത്ര വലിയ അഹങ്കാരിയാണോ, നിങ്ങൾ എത്ര വലിയ മനുഷ്യനാണോ എന്നൊന്നും അവർ നോക്കത്തില്ല. ഇറ്റ്സ് എ കൺട്രോളിങ് ബൈ പ്രൊഡ്യൂസഡ് ബൈ പഞ്ചഭൂതങ്ങൾ. 5 പേരാണ്. ഈ 5 പേർക്കും മനസാക്ഷിയില്ല. മനസാക്ഷി ഇല്ലാത്ത ഭൂമിയിലെ 5 വസ്തുക്കൾ, 5 ജീവനുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 തീ, 2 മണ്ണ്, 3 വെളിച്ചം, 4 ജലം, 5 വായു. 5 പേർക്കും മനസാക്ഷിയില്ല. തീ ചെന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസാക്ഷി ഉണ്ടാകത്തില്ല, കത്തിച്ച് വിടും. വെള്ളത്തിനൂടെ കളിക്കാൻ നിൽക്കരുത്. 3 എന്ന് പറയുന്നത് ഓക്സിജനോട്, വായുവിനൂടെ കളിക്കാൻ നിൽക്കരുത്, ജീവനെടുക്കും. ഇത്രയും പേർക്ക് ജീവനെടുക്കാനുള്ള കഴിവുണ്ട്. മണ്ണെന്ന് പറയുമ്പോൾ മണ്ണിടിച്ചിലും മറ്റേത് കൊണ്ട് നമ്മളെ തലമുണ്ടക്കൊക്കെ ഒന്ന് വീണ്, കല്ലൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ ചാവും. അടുത്തത് എന്ന് പറയുന്നത് വെളിച്ചം. ഓക്കെ, വെളിച്ചം എന്ന് പറയുന്നത്, വെളിച്ചത്തിന് നമ്മൾ, അതായത് നമ്മളിപ്പം എന്താ പറയുക, നമ്മളുടെ ഇപ്പം സൂര്യൻ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളിപ്പം വീട്ടിൻ്റെ വെളിയിൽ നമ്മളുടെ എനർജി കാരണം എടുക്കാൻ പറ്റും. സോ ഈ 5 പേരും ചേർന്നാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ 5 പേരെയും അത്രയും റെസ്പെക്റ്റ് ചെയ്യണം. 5 പേരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സമയം സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആയിരിക്കും അവർ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ക്യാരക്ടർ അവർ മാറ്റും. നിങ്ങൾ എത്ര വലിയ ക്യാരക്ടറിലാണോ, നിങ്ങൾ എത്ര വലിയ സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, നിങ്ങൾ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവൻ ഒരു റീബർത്ത്, ജസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ റീബർത്താണ്, ഒരു പുതിയൊരു ജനനമാണ്. നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ ജനനമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ സെലക്ട് എടുക്കുന്നത്, 1 ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. 2 ലൈഫിൽ എവിടെയും എത്താതെ, ലൈഫിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആൾക്കാരെ അവർ സെലക്ട് ചെയ്യും. പക്ഷേ സ്കില്ലഡ് ആയിരിക്കണം, ബ്രില്യൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ടീച്ചർമാർ, നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അതായത് നമുക്ക് അറിയാൻ പറ്റും ഇവർ ഒരുപാട് ആൾക്കാരെ ഒരുപാട് ടൈമിന് ശേഷമായിരിക്കും ഇവർ സെലക്ട് ചെയ്യുന്നത്. സോ ഇത് മനുഷ്യൻ സെലക്ട് ചെയ്യുന്ന സാധനമല്ല, ഇത് ഓൾമോസ്റ്റ് ഇത് ഡിവൈനായിട്ട് സെലക്ട് ചെയ്യുന്ന സാധനമാണ്. നമുക്കറിയാം മനുഷ്യന്മാർ കുത്തിവെക്കുന്നത് മതം കുത്തിവെക്കാൻ പറ്റും. ഇസം എന്ന് പറയുന്നുണ്ട്. ഫെമിനിസം, കമ്മ്യൂണിസം, റാഷിസം, പല ഇസങ്ങളും ഉണ്ട്. ഇസങ്ങൾ മനുഷ്യന് കുത്തിവെക്കാൻ പറ്റും. കോൺഗ്രസിസം, എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഇസങ്ങളുണ്ട്. നമ്മളെ മനുഷ്യൻ്റെ ശരീരം ഇൻജക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻജക്റ്റ് ചെയ്യാതെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നില്ല, പക്ഷേ ഇത് കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ഇത് സ്പിരിച്വാലിറ്റി ഡിവൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി ആവും. അങ്ങനെയാണല്ലോ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം മനുഷ്യനാണെങ്കിൽ പോലും, ആദ്യം ദൈവമാണെങ്കിൽ പോലും, പിന്നീട് അത് മനുഷ്യൻ്റെ കയ്യിലോട്ട് മാറും. സോ ആദ്യം നശിക്കുന്ന നിങ്ങളുടെ ഫൗണ്ടേഷൻ ആയിരിക്കും, നിങ്ങളുടെ അടിത്തറ. നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരുടെ ജോലി പോവും, കരിയർ പോവും, ഫിനാൻസ് പോവും, റിലേഷൻഷിപ്പ് പോവും, മനസ്സമാധാനം പോവും,
എല്ലാം അവർക്ക് എന്തിലേക്കാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നത് അതെല്ലാം അവരെടുത്ത് കളയും നിങ്ങളിൽ നിന്നും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അവരെടുത്തുകൊണ്ട് പോകും. ഭയങ്കരമായിട്ട് മൂകമായിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തും. ഇറ്റ്സ് എ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ. അത് തന്നെയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് പറയുന്നത്. ഈ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തില്ല, നമുക്ക് നാളെ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല, നാളെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റില്ല. ബ്ലൈൻഡഡ് സിറ്റുവേഷൻ. പാസ്റ്റിൽ മാത്രമായിരിക്കും, പ്രസൻറ്റ് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. പാസ്റ്റിൽ മാത്രം നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളുടെ ട്രോമാസ്, നമ്മളുടെ നെഗറ്റീവ്, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇനി എന്താണ്, വാട്ട് നെക്സ്റ്റ്, അടുത്തത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ അടുത്ത എന്തിലോട്ടാണ് പോകുക. ഒരു ട്രോമ മാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇരുത്തി നമ്മളെ ഇറ്റ്സ് എ പ്ലാനിങ്. അത് പ്ലാൻ ചെയ്തു നമ്മളവിടെ ഇരുത്തിക്കൊണ്ട് അവർ പ്ലാൻ ചെയ്യുക. നമ്മുടെ ആത്മാവിനെയായിരിക്കും അവരെടുത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാവരുടെ ലൈഫിലും നടക്കും. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ഇതെല്ലാം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിൽ നടക്കും. പരിണാമം സംഭവിക്കുക എന്ന് പറയും അതിനെ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമം സംഭവിക്കുക എന്ന് പറയും. അത് മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ അവിടം തൊട്ട് ഇവിടം വരെ വന്ന ആൾക്കാരിൽ എല്ലാവർക്കും പരിണാമം സംഭവിച്ചിട്ടുണ്ട്. സയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോമോസാപ്പിയൻസൊക്കെ ആ ഒരു ഇതിൽ നിന്ന് വന്ന് മനുഷ്യനായിട്ടിപ്പം നിൽക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് കൂടുതലും ഇതിൻ്റെ ഇൻറ്റ്യൂഷൻസാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റ്യൂഷൻസാണ്. നമുക്ക് കിട്ടുന്ന ദീർഘവീക്ഷണം ആണ് ഇതിൽ കൂടുതലും വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പം ഇവിടെ വരുന്ന മേജർ സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ കാരണം ഒരുപാട് ആൾക്കാർ വിഷമത്തിലാവും, മറ്റുള്ളവർ കാരണം നിങ്ങളും വേദനിക്കും. സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വേദനകളും യാതനകളും ആയിരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ, സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. ഇത് ചിലർ പറയും നല്ല സമയം ചീത്ത സമയമാണെന്ന്. നല്ല സമയം ചീത്ത സമയം ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ ചീത്ത സമയം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് ചീത്ത സമയമൊന്നുമല്ല. ഇത് പലർക്കും പല കണക്ഷനാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ് ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്പിരിച്വൽ പരമായിട്ടുള്ള സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നൊരു സംഭവമാണ്, ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലായിരിക്കും. അതായത് ഇതെന്താണ് എനിക്കിങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒന്നിനും ഒരു ഉത്തരം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഫ്യൂച്ചർ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടിങ്ങനെ അനുഭവിക്കുന്നു എന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങളൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലായിരിക്കും. ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് ചെയ്യുന്നതാണ് ഒരു എന്താ പറയുക, തെറ്റായ ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. അതായത് മരണത്തിനെക്കുറിച്ച് ആലോചിക്കാനോ അങ്ങനത്തെ ഒരു ഡിസിഷൻസിലോട്ടോ കാര്യത്തിലോട്ടോ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാണ്ടിരിക്കുക. കാരണം അടുത്ത ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥാനത്തിലായിരിക്കും നിൽക്കുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു ഡിസിഷൻ എത്ര വലിയ പീക്ക് പോയിൻ്റ് ആയാലും, എത്ര വലിയ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും അത് നിങ്ങൾ അത് തരണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. എന്താ പറയുക, ഒരുപാട് എനർജി ഉള്ള ആൾക്കാരും ഒരുപാട് ലോ എനർജി ഉള്ള ആൾക്കാരും ഒരേ സിറ്റുവേഷനിലായിരിക്കും. രണ്ടും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ മെയിൻറ്റെയിൻ, അതായത് നമ്മളുടെ ഒരു ഇടനിലക്കാരൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു ലോ ആയിട്ടുള്ളതും ഹൈ ആയിട്ടുള്ളതും അല്ല, അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു എനർജി മീഡിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കരുത്, നല്ലതായിട്ടുള്ള ഡിസിഷൻ എടുക്കരുത്. നമ്മൾ രണ്ടിൻ്റെയും നടുക്ക് നിന്നതിന് ശേഷം നമ്മളെ കൊണ്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നത് മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ചില കൊച്ചുങ്ങളുണ്ട് ഇപ്പോഴൊക്കെ, ഒരുപാട് പിള്ളേർ റിലേഷൻഷിപ്പും കരിയറൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഡൗണായി മാനസികമായിട്ടും അവർ ആ ലൂപ്പിലായി പോകുന്നുണ്ട്. സോ ഇത് എന്തുകൊണ്ടിങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് സക്സസ്സും കാര്യങ്ങളെല്ലാം വരും, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ആ കടമ്പ അവർ തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു സക്സസ്സും കാര്യങ്ങളിലോട്ടും എല്ലാം അവരെത്തത്തുള്ളൂ. ഈ സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡോ നിങ്ങളുടെ സയൻസോ ഒന്നും, നിങ്ങളുടെ ദൈവം, ഇതൊന്നും അവിടെ വിലപ്പെടാൻ പോകുന്നില്ല. സീരിയസ്ലി ഞാൻ പറയാം, അവിടെ നിങ്ങൾ ആരാധിക്കണമെന്ന് പോലും തോന്നിപ്പോവാണ്ട് നിങ്ങൾ ദൈവവിശ്വാസം വരെ കളഞ്ഞിട്ട് നിങ്ങൾ അൾട്ടിമേറ്റ് യൂണിവേഴ്സലിൻ്റെ കയ്യിലോട്ട് മാറും. കാരണം അവിടെ നിങ്ങൾക്ക് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും, പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് വരും. അവിടെ വിധിക്കപ്പെട്ട ആൾക്കാർ മാത്രമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാരും, ഈവൻ നിങ്ങളുടെ വീട്ടുകാർ,
ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അവിടെ നിങ്ങൾ തരണം ചെയ്യേണ്ട വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ്, നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കരിയറിൽ വന്നിട്ട് ഇത് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോമയാണ്. അതായത് എന്താ പറയുക, ഒരു നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യമേ ഒരുപാട് സന്തോഷമായിരിക്കും അതൊഴിച്ച് തരുന്നത്. പിന്നീട് അത് നിങ്ങൾക്ക് ദുഃഖമായിട്ട് മാറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാം തരാൻ വേണ്ടി തുടങ്ങും. സോ കെയർഫുൾ, ഒന്നിനോടും ഒരു വലിയ ഒന്നും ഒന്നും പിടിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഈവൻ എന്താ പറയുക, നിങ്ങളുടെ ഒരു ചിന്തയാണെങ്കിൽ പോലും ആ സമയമാണെങ്കിലും ആ സിറ്റുവേഷൻസ് ആണെങ്കിലും ആ മെമ്മറീസ് ആണെങ്കിലും അത് വേണമെന്ന് ആഗ്രഹിക്കരുത്. അത് ഓൾമോസ്റ്റ് പോയതെല്ലാം പോകും. നമ്മൾ പോകുന്ന പാത, നമ്മുടെ ഏജ് ആണെങ്കിലും എല്ലാം ഒന്നും നിൽക്കുന്ന സാധനങ്ങളല്ല, എല്ലാം മുന്നോട്ട് പോകുന്ന സാധനങ്ങളാണ്. പിറകോട്ടല്ല പോകുന്നത്, എല്ലാം മുന്നോട്ടാണ് പോകുന്നത്. ഈവൻ എല്ലാ കാര്യങ്ങളും മുന്നോട്ടാണ് പോകുന്നത്. സോ നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക വേണ്ട, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. നോർമലി നിങ്ങൾക്ക് എന്താണോ ചിന്തിക്കാനുള്ളത്, ഇപ്പം നടക്കുന്നത് നടക്കട്ടെ എന്നുള്ളത്. കാരണം ഡെസ്റ്റിനി പ്രകാരം ഏറ്റവും വലിയ ഡെസ്റ്റിനിയാണ് മരണം. ഏറ്റവും വലിയ ഡെസ്റ്റിനിയാണ് നമ്മളുടെ വിധിക്കപ്പെട്ട മരണം എന്ന് പറയുന്നത്. അത് ലൈഫിൽ, ജീവിതത്തിൽ ഒരാളുടെ ലൈഫിലെങ്കിലും നടക്കാതിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടാ? അപ്പം ആരും ദൈവമോ അങ്ങനത്തെ ഉള്ള ഒന്നും അല്ല ആരും. സോ ബി സിമ്പിളായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണോ, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ, നിങ്ങളിവിടെ എന്തിനാണോ വന്നത്, അത് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഡെസ്റ്റിനിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ആഗ്രഹങ്ങളുടെ പിറത്തും പാഷനറ്റിൻ്റെ പിറത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതല്ലാണ്ട് ഡെസ്റ്റിനി വരുന്ന ആൾക്കാരുണ്ട്. സോ ഇത് ലൈഫിൽ ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഗോ ടു ദ ഫ്ലോ എന്നല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾ ആര് അടുത്ത് പോയി കഴിഞ്ഞാലും മരണത്തിനെ പേടിച്ച് നിങ്ങൾക്ക് ആരടുത്ത് പോയി ഒളിച്ചിരിക്കാൻ പറ്റും? നിങ്ങൾക്ക് ആരടുത്തും പോയി ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. ആരും വന്ന് നിങ്ങൾ ആ സമയത്ത് രക്ഷിക്കത്തില്ല. സോ അതേ കണക്ക് തന്നെയാണ് സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന സമയത്ത്. അവിടെ നിങ്ങൾ മാത്രമാണുള്ളത്, നിങ്ങളുടെ സോള് മാത്രമാണുള്ളത്. സോ ബി കെയർഫുൾ ആൻഡ് എന്താ പറയുക, നിങ്ങളെ മനസ്സിലാക്കി പോവുക എന്നുള്ളത് മാത്രമേ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് നിങ്ങളുടെ സോള് നിങ്ങളുടെ പുറത്തായിരിക്കും. പുറത്തെന്ന് പറയുന്നത് നിങ്ങളുടെ തലമണ്ട കയറിയിരിക്കും എന്നല്ല പറയുന്നത്. ഈവൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ സോളും നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഇട്ട ആൾക്കാരും ആയിരിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും. ആ സമയത്ത് നിങ്ങളുടെ കർമ്മയൊക്കെ ഒരുപാട് റിലീസാകും കേട്ടോ. നെഗറ്റീവായിട്ടുള്ള കർമാസ്, നിങ്ങൾ മുന്നേ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റിവെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കും. ലൂപ്പുകൾ മാറും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളൊരു എല്ലാം നിങ്ങൾക്ക് ഒരുപാട് മാറും. നിങ്ങളുടെ എനർജി മാറും. നിങ്ങളുടെ പഴയ കളിച്ചിരികൾ മാറും. നിങ്ങളെ ഭയങ്കരമായിട്ട് അവിടെ ഡൗൺ ആക്കി ചെയ്യത്തുള്ളൂ അവർ. അത്രത്തോളം ഡൗൺ ആക്കി നിങ്ങളെ മാറ്റും. ഒരു ട്രാൻസ്ഫർമേഷനാണ്. സോ നിങ്ങളുടെ മനസ്സായാലും നിങ്ങളുടെ ക്യാരക്ടർ ആയാലും ഒക്കെ ആ സമയത്ത് മാറാൻ വേണ്ടിയിട്ട് ഒറ്റപ്പെടലായിരിക്കും ആ സമയത്ത്. കൂടുതലും എല്ലാവർക്കും ഒറ്റയ്ക്കിരിക്കുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെടലും, ഒന്നിനോടൊരു താല്പര്യം കാണത്തില്ല. ഒരു താല്പര്യമോ ഒന്നും നമുക്ക് കാണത്തില്ല. ഭയങ്കരമായിട്ട് നമ്മൾ ഫിനാൻഷ്യലൊക്കെ ഭയങ്കര ക്രൈസിസിൽ വരും. നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കരമായിട്ടും ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കർമ്മ എല്ലാം ഒരു ദിവസമൊക്കെ പോകുന്നത് ഭയങ്കര പാടായിരിക്കും. നമ്മൾ ചിന്തിക്കണൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കും നമുക്ക് എല്ലാ സിറ്റുവേഷൻസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ പാടാണ്. ചില സിറ്റുവേഷൻ നമ്മളെ കയ്യിൽ നമ്മൾ ഒന്നും അല്ല എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ കാര്യമാണത്. സോ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ സ്പിരിച്വാലിറ്റി കയറാൻ പറ്റുമെന്നും. അങ്ങനെ നിങ്ങൾ സ്പിരിച്വാലിറ്റി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സീരിയസ്ലി ഞാൻ പറയാം, സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അത് ചുമ്മാ കളിച്ച് കളയാൻ പറ്റുന്ന സാധനങ്ങളൊന്നും. അതേ കണക്കാണ് ഈ ടാറോ കാർഡ്. ഞാൻ പറയാം, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളും സിറ്റുവേഷൻസും ഉള്ള സംഭവങ്ങളാണ്. ചുമ്മാ ഒരാളുടെ കയ്യിൽ വന്നിട്ട് സാധനം ഏൽപ്പിക്കത്തൊന്നുമില്ല. വ്യക്തമായിട്ട് അത് ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ അത് ഉപയോഗിക്കാൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പം എന്താ പറയുക, പല ആൾക്കാരും ഭരണത്തിൽ കയറിയിട്ട് സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നില്ലേ. സോ അതാണ് ഞാൻ പറഞ്ഞത്, യൂസ് ചെയ്യാൻ അറിയാമെന്നുള്ള ആൾക്കാരെല്ലാം
പഠിപ്പിച്ചിട്ട് മാത്രമേ അവരത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്പിരിച്വൽ ലെവലിൽ ഒരുപാട് കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകേണ്ടി വരും. ഇത് ഡെസ്റ്റിനിയാണ്, ഇത് വിധിപ്രകാരം പോകുന്ന സിറ്റുവേഷൻസാണ്, ഇതൊരു ലൂപ്പാണ്, ഇത് സോൾ കോൺട്രാക്റ്റാണ്, നിങ്ങളുടെ സോളിൻ്റെ കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് റിലീസ് ആയിക്കൊണ്ടിരിക്കും. ഇത് സോളാണ്, സോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് ഇപ്പം ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, എനിക്കൊരു കഴിവില്ല. ഓഫ് കോഴ്സ് ഈ കഴിവൊക്കെ എന്തിനാണ്, നിങ്ങളോട് ജീവിച്ചിരിക്കുകയല്ലേ, നിങ്ങൾക്ക് കഴിവും കാര്യങ്ങളൊക്കെ താനേ വന്നോളും. ഓക്കെ. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാം നെഗറ്റീവായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു തരുന്ന കാര്യം പോലും നിങ്ങൾക്ക് വിശ്വാസം വരത്തില്ല, ഒന്നും വിശ്വസിക്കില്ല നിങ്ങൾ. എവിടെ എങ്ങനെയും പറയും, അത് വേണ്ട, ചുമ്മാ കള്ളത്തരം പറയുന്നതായിരിക്കും, ട്രസ്റ്റ് ചെയ്യേണ്ടത് സീനാണ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. സോ നമ്മുടെ മൈൻഡ് ആ സമയത്ത് ആ രീതിക്ക് ആക്കും, അല്ലെങ്കിൽ ആ രീതിക്കാവും. ഓഫ് കോഴ്സ് അത് അങ്ങനെ ആവുന്നതാണ്. നമ്മുടെ എനർജിയൊക്കെ കുറഞ്ഞിട്ട് ഡോപ്പാമിൻ സെർട്ടോൺ, അത് പ്യൂർ സയൻസ് ആയിട്ട് അങ്ങനെ ചെയ്യിക്കുന്നതാണ്. സോ ഇൻറ്റ്യൂഷൻസ്, നിങ്ങൾക്ക് ആ സമയത്ത് ഇൻറ്റ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാനുള്ള ശേഷിയോ ഭയങ്കര ഡൗൺ ആവും. നിങ്ങൾക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാനുള്ള ശേഷിയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും ട്രസ്റ്റ് ചെയ്യണമെന്ന് തോന്നും, പക്ഷേ വരുന്ന ആരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, ഭയങ്കരമായിട്ടും വിഷമിക്കും. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എൻ്റെ സൊല്യൂഷൻ. മനസ്സിലായ, നിങ്ങൾ തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ. അത് അതിനറിയുക, ആ സൊല്യൂഷൻ അറിയുക, ആ ഒരു ദൈവത്തിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കാണാൻ പറ്റുന്ന മേജർ സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾക്കിവിടെ ഒരുപാട് ചില സമയത്ത് എന്താ പറയുക, ഒരുപാട് ട്രോമാസ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങളതിൽ പകച്ച് നിന്നു പോകും, പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ സിറ്റുവേഷൻസും ഒക്കെ ആലോചിച്ചിട്ട്. നിങ്ങൾക്കവിടെ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും, അതെന്ന് വരെ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി എൻ്റെ കയ്യിലാണ്, ഇവളെ എന്നെ വിട്ടിന് പോകത്തില്ല, അല്ലെങ്കിൽ അവൻ ഇനി എന്നെ വിട്ട് പോകത്തില്ല, എൻ്റെ ലൈഫിൽ എൻ്റെ കയ്യിലായി എന്നൊക്കെ ചിന്തിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ചിട്ട കണക്കായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പം ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങളെ ഒരുക്കിയെടുക്കുന്നത് ഭയങ്കരമായിട്ടും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും. ഇത് ഞാനിപ്പോൾ ഇന്നിങ്ങനെ റീഡിങ് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇത് നോർമലായിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് എനിക്കും തോന്നുന്നുണ്ടോ? എനിക്കും തോന്നുന്നില്ല നോർമലായിട്ട്. കാരണം നോർമലായിട്ട് സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെ മാറ്റിയെടുക്കുന്നത്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി സമയത്ത് കൂടും, നിങ്ങളുടെ ചിന്തകൾ കൂടും, നിങ്ങളുടെ ഓറ പവർ വലുതാവും. നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ പയ്യെ മാറത്തുള്ളൂ കേട്ടോ. മാറണം എന്ന് ആഗ്രഹിക്കുന്ന, ആ സമയത്ത് മാറണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരും, പാഷനേറ്റായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളും, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളും, അതുമാത്രമല്ല എന്താ പറയുക, പവർഫുൾ, നിങ്ങളെ കുറച്ചും കൂടെ ഉരുക്കിയെടുക്കും, പവർഫുൾ ആവാൻ വേണ്ടി നോക്കും. കാരണം എല്ലാം അനുഭവിച്ച് വന്നിരിക്കുന്ന വ്യക്തിക്ക് അതിന് മേളിലൊന്നും അനുഭവിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് പിന്നീട് അവൻ ജീവിക്കാനില്ല, എനിക്ക് പിന്നീട് അവൾ ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ നോക്കത്തുള്ളൂ. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും, എല്ലാം തകർന്ന് കുറ്റപ്പാളിൽ വേസ്റ്റ് കുട്ടിൽ കിടക്കുന്ന ഒരാൾ എല്ലാവരും കളിയാക്കി നാണം കെടുത്തി നിൽക്കുന്നൊരു വ്യക്തി, പിന്നെ അവനും എന്ത് നോക്കാനാണ്? അങ്ങോട്ട് ജീവിക്കുക, ആരെയും നോക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാരെ ജീവിച്ച് നോക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ പതനം വരുന്നത്, സ്വാഭാവികമായിട്ടും. അങ്ങനെ നോക്കി ജീവിക്കുക. അല്ലെങ്കിൽ ഈ അടച്ചിടുമല്ലോ, മതത്തിൻ്റെ പേരിലും അടിച്ചമർത്തപ്പെട്ട ആൾക്കാരെയാണ് യൂണിവേഴ്സ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും ഞാൻ പറയുന്നു, അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മതത്തിൻ്റെ പേരിലും പല സംഭവത്തിൻ്റെ പേരിലും ഹസ്ബൻഡ് അടിച്ചമർത്തുന്നു, ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ ഫ്യൂച്ചറിൽ ഇവർക്കൊരു ട്രോമ കൊടുത്ത് ഇവർ കയറി വരുന്ന കെയറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്യൂർ സ്പിരിച്വാലിറ്റി. പക്ഷേ സ്പിരിച്വാലിറ്റി ഇത് അവകാശപ്പെടുന്നില്ല. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാറൽ മാക്സ് അല്ലെങ്കിൽ ഫെഡറിക് എംഗൽസ് അല്ലെങ്കിൽ എന്താ പറയുക, ചെഗുവരെയൊക്കെ വന്നിട്ട് മൂന്ന് പേരൊക്കെ വന്നിട്ട്, ഞാൻ കമ്മ്യൂണിസം പറയുന്നതല്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. അവർ വന്നിട്ട് അവരുടേതായ ആശയങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോയതിന് ശേഷം അവരുടെ കീഴിൽ ഒരുപാട് ആൾക്കാരാക്കാൻ വേണ്ടി നോക്കി, അവരൊരുപാട് പേരെല്ലാം ആക്കി. ഇപ്പോൾ അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണക്കന്നെ കോൺഗ്രസ് അല്ല, പാർട്ടി ബേസിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ ആശയങ്ങൾ അങ്ങനെ ഒരു അണികൾ ചേർത്ത് വെച്ചിട്ട് അതൊരു വലിയ സംഭവിക്കും. പക്ഷേ അതുപോലെ അല്ല, നിങ്ങൾ എൻ്റെ കൂടെ ചേരൂ, നമ്മളുടെ പാർട്ടിയാണ് വലുത്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഇത് നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവമാണ് വലുത്, വേറെ ഇത് വന്നിട്ട് പറയും
ദൈവം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരും, നമ്മളുടെ ഗ്രൂപ്പിലോട്ട് പോരൂ എന്നൊന്നുമല്ല. സ്പിരിച്വാലിറ്റി ഒന്നും അവകാശപ്പെടുന്നില്ല. ഇത് പ്യുവർ സയൻസോ കാര്യങ്ങളൊന്നുമില്ല. സ്പിരിച്വാലിറ്റി നിങ്ങളെ വേണമെന്നോ നിങ്ങളുടെ ആവശ്യമുണ്ടെന്നോ അവർക്ക് ഒരു ഉപയോഗം, കാരണം അവരുടെ കൺട്രോളിലാണ് എല്ലാവരും. മനുഷ്യന്മാരും ഫുള്ളും പ്രപഞ്ചത്തിൻ്റെ കൺട്രോളിലാണ്. അവരൊന്നും ആവശ്യപ്പെടുന്നില്ല, നമ്മൾ ആവശ്യപ്പെടുന്ന തരുന്നതേ ഉള്ളൂ. സോ ഒറ്റ കാര്യമുള്ളൂ, ആരുടെയും കീഴിൽ പോയി നിൽക്കാണ്ടിരിക്കുക. ഡിവൈനും യൂണിവേഴ്സ് തന്നെ അതാണ് പറയുന്നത്, നിങ്ങൾ നമ്മളെ കീഴിൽ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടേതായ കീഴിൽ നിൽക്കൂ. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നന്നായിട്ട് ജീവിച്ചു പോകും മക്കളെ. നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജീവിക്കൂ. നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ, നമ്മൾ കൂടെ നിൽക്കാം എന്നേ അവർ പറയത്തുള്ളൂ. സോ സ്പിരിച്വാലിറ്റി, യൂണിവേഴ്സ്, പവർ, എന്താ പറയുക, നമ്മുടെ പ്രപഞ്ചം, അതിൻ്റെ ആ ഒരു പഞ്ചഭൂതങ്ങൾ അവർ തരുന്ന ഒന്ന് ചിന്തിച്ചു നോക്കി. ഏറ്റവും കൂടുതൽ ഇവിടെ റേഷൻ കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് അരി വാങ്ങണം, ക്യൂ നിൽക്കണം, തെണ്ടണം. പച്ചയ്ക്ക് വെള്ളം തരുന്നു ഫ്രീ ആയിട്ട്, എന്താ പറയുക, മഴ തരുന്നുണ്ട്, കാറ്റ് തരുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തരുന്നത് നമ്മുടെ യൂണിവേഴ്സ്. പിന്നെ എന്തിനാ മറ്റുള്ളവരെ ആരാധിച്ച് മറ്റുള്ളവരുടെ കീഴിലൊക്കെ ചുമ്മാ പോയി ജീവിക്കുന്നത്? ഈ ചിന്താഗതി മാറാതെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ചിന്താഗതി എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. കുറേ ആൾക്കാർ ഇതിനെ ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കാണ്. സീരിയസ്ലി മനുഷ്യന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിനെ അവർ മനസ്സിലാക്കരുത് എന്ന കാര്യം വെച്ചിട്ട് അവർക്ക് മാത്രം വേണം എല്ലാം, അധികാരം, മറ്റേത് മറിച്ചത്. ലൂപ്പിൽ ചെന്ന് വീഴരുത്. സീരിയസ്ലി ഞാൻ പറയാം, ആൾക്കാർ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. യൂണിവേഴ്സലിൻ്റെ വക യൂണിവേഴ്സൽ മെരുക്കിയെടുക്കുന്ന ആൾക്കാർ, അത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ മറ്റേതോ മതത്തിൻ്റെ പേരിലോ ഒന്നും വരുന്ന ആൾക്കാരായിരിക്കത്തില്ല. പ്യുവറായിട്ടുള്ള ആൾക്കാർ വളർന്ന് ഇറങ്ങി വരാൻ പോകുന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റി ഇറങ്ങി വരാൻ പോണേ ഉള്ളൂ. സോ വിചാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും മേളിലാണ് കളികളും തന്നെ രണ്ടാത്തിരുത്താണൊക്കെ നടക്കാൻ പോകുന്നത്. സോ ഞാൻ പറയുന്നത്, ഒരു ലൂപ്പിലോ ഒന്നിലോ ചെന്ന് വീഴാൻ വേണ്ടി നിൽക്കരുത്. ഒന്നും കാണത്തില്ല, ആരും കാണത്തില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ എടുക്കുന്ന ഡിസിഷൻസൊക്കെ കൃത്യമായിട്ടായിരിക്കണം എടുക്കേണ്ടത്. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലംസോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. ചെറിയ പ്രശ്നങ്ങളോ സിറ്റുവേഷൻസോ വരുമ്പോഴത്തേക്കും വേറെ ചിന്തകളിലോട്ട് പോയി എൻ്റെ സമയം ഇതുവരെ ഉള്ളു എന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അവർ ആ ഒരു സമയം അങ്ങനെയാണ്. സോ അത് തരണം ചെയ്യണം, നമ്മുടെ കപ്പാസിറ്റി നോക്കുന്നതാണ് അവർ. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നതാണ് ഒരു ന്യൂ ബിഗിനിങ്സ്. ഈ സിറ്റുവേഷൻസ് ഇങ്ങനെ നിങ്ങൾ ഫുള്ള് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിൻ്റെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റുവേഷൻസ് എല്ലാം ഒന്നായിരിക്കും. സിറ്റുവേഷൻസ് എല്ലാം മാറ്റമായിരിക്കും, പ്രോസസ്സ് എല്ലാം ഒന്നായിരിക്കും. അതായത് എല്ലാ പ്രോസസ്സും ഒന്നായിരിക്കും, പക്ഷേ റിസൾട്ട് വേറെ ആയിരിക്കും. എക്സാമ്പിള്, ഗർഭം ധരിക്കുന്ന അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന പ്രോസസ്സ്, സംഭവം എല്ലാ പ്രോസസ്സും ഒന്നാണ്, പക്ഷേ റിസൾട്ട് വേറെയാണ്. ആണ് പെണ്ണ് പല ആൾക്കാർ അങ്ങനെ, കറുപ്പ് അങ്ങനെ, പക്ഷേ പ്രോസസ്സ് ഒന്നാണ്. സെയിം സിറ്റുവേഷനാണ്. സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന ആൾക്കാരുടെ പ്രോസസ്സ് എല്ലാം ഒന്നായിരിക്കും, പക്ഷേ റിസൾട്ടൊക്കെ വേറെ ആയിരിക്കും. ചിലപ്പം അവൻ ഫിലിം ആക്ടർ ആവണം എന്നായിരിക്കും അത്രയും അനുഭവിച്ചിട്ട്, അവൻ്റെ ആഗ്രഹപ്രകാരം അവൻ നല്ലൊരു ജോലിക്ക് കയറണം എന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അനുഭവങ്ങളെല്ലാം ഇതേ സ്പിരിച്വൽ അനുഭവങ്ങളായിരിക്കും. ചിലപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ പല ആൾക്കാരുണ്ട്. നിങ്ങൾ പല ആൾക്കാരുടെ സിറ്റുവേഷൻസ് എടുത്ത് നോക്കിയാൽ, ചില ആൾക്കാർ ബിസിനസ് ആയിരിക്കും, ഒരുപാട് തകർച്ചയും കാര്യങ്ങളും വന്നിട്ട് ഒരുപാട് ബിസിനസ് ആയിരിക്കും. ചില ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ റിലേഷൻഷിപ്പിൽ വന്നിട്ട് വേറൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടുന്നതായിരിക്കും. ജീവിതത്തിൽ ഭയങ്കരമായിട്ടും പതച്ചിന് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു നല്ലൊരു ജീവിതം ഇവർക്ക് കിട്ടും, ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അതായത് പ്രോസസ്സ് ഒന്ന്, റിസൾട്ട് വേറെ. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനത്തെ എക്സാമ്പിളേ പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ എക്സാമ്പിളിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ ഒടുക്കലത്തെ എക്സാമ്പിളാണെന്ന്. സോ എൻ്റെ എക്സാമ്പിൾ, എനിക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എക്സാമ്പിൾ പറഞ്ഞത്. ഇതിലേക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കൂടുതലും റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങൾക്കൊരു ബാഡ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സമയം ഉണ്ടാകും. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷമൊക്കെ എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എനിക്ക് നല്ല സമയം ഉണ്ടാകും. അവിടേക്കാളും കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാവും. അവസാന നിമിഷം അവർ വന്നിട്ട് പറഞ്ഞ കറക്റ്റായിരുന്നു കേട്ടാ, എനിക്ക് മാറി, ഞാൻ ചേഞ്ച് ചെയ്ത്. അത്രയും എന്താ പറയുക, അത് യൂണിവേഴ്സലിൻ്റെ കണക്ഷൻ അല്ലേ. സോ അതങ്ങനെ ആയി വരും. അടുത്തതായിട്ട് വരുന്ന ന്യൂ ബിഗിനിങ്സ് വരും. ഈ ന്യൂ ബിഗിനിങ്സ് വരുന്നതിന് ശേഷം പിന്നെയാണ് യൂണിവേഴ്സൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ കൊണ്ടുതരും. നമ്മളെ കുറ്റം പറഞ്ഞവരെ ആൾക്കാരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്ന രീതിക്ക് അവർ ചെയ്യിപ്പിക്കും.
ഇറ്റ്സ് എ മിറാക്കിൾ ഓഫ് യൂണിവേഴ്സ്. സോ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ. ഒന്നിനെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, സിമ്പിളായിട്ട് അങ്ങ് വിട്ട് കളയുക. ചുമ്മാ അതും ഇതും മറ്റേതും ആലോചിച്ചുകൊണ്ട് ഒന്നിനെയും പിടിച്ചു വയ്ക്കാണ്ടിരിക്കുക. ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ. സോ ഒരിക്കലും വിഷമിക്കാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ പണ്ട് നെഗറ്റീവാക്കി പറഞ്ഞ സിറ്റുവേഷൻസിനെയും കാര്യങ്ങളെല്ലാം നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ഭയങ്കര പവർഫുള്ളാകും. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആ സമയത്തൊക്കെ ഒരുപാട് അറിവും കാര്യങ്ങളും കിട്ടുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആരെയും ആവശ്യമൊന്നും വരത്തില്ല. ഒരുപാട് നോളജ് ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവും, നിങ്ങൾക്ക് ആരെയും താങ്ങി നിൽക്കത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോയ ഫൗണ്ടേഷൻ തിരിച്ച് റിട്ടേൺ വരും. ഫസ്റ്റ് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ പോയി, ഞാൻ ഫസ്റ്റ് കാലത്തപ്പോൾ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ബൾക്കായിട്ട് വരും. അതായത് ഈ മലയോളം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വരും. സോ റൂട്ട് ചക്ര കുറച്ചും കൂടെ പവർഫുൾ ആവും. ബിൽഡ് ക്വാളിറ്റി വരും നിങ്ങൾക്ക്. നിങ്ങളെ ബിൽഡ് ക്വാളിറ്റി ചെറുതാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിൽഡ് ക്വാളിറ്റി ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങളെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ചെറിയ ബിൽഡിംഗ് ആണ്, അല്ല ചെറിയൊരു ഇതാണ്. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ബിൽഡ് ക്വാളിറ്റി വരും. അപ്പോൾ നിങ്ങളെ ആരാധിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ ഫോഴ്സ്ഫുള്ളി നിങ്ങളിതാക്കാനും നിങ്ങൾക്ക് ഒരുപാട് എനർജിയും കാര്യങ്ങളും വരും. സോ ദിസ് ഈസ് എ സ്പിരിച്വാലിറ്റി. ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, ഇത് ഭൂമിയിലുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി, ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഗേൾസിനെ സംബന്ധിച്ചാണ്, ഫെമിനിയൻ എനർജിക്കാണ്. ഗർഭധാരണയാണ് ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ആ ട്രാൻസ്ഫർമേഷന് ശേഷം ഏതൊരു പെണ്ണും അമ്മയാവുന്നതാണ്. ഒരു പെണ്ണ് അമ്മയാവുന്നതാണ് ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ, ഏറ്റവും വലിയ ഭൂമിയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ. അതേ കണക്ക് മകളെ കിട്ടുന്ന സമയത്ത് അച്ഛനാകുന്നതാണ് ആണുങ്ങളുടെ ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ദിസ് ഈസ് ദ യൂണിവേഴ്സ്, ദിസ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പം നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ വേണ്ടി നോക്കൂ. വേറെ ഒന്നിനും പിടിച്ചു വയ്ക്കാൻ വേണ്ടി നോക്കേണ്ട ആവശ്യമില്ല. ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാം എനർജി ബേസിലാണ്. നിങ്ങൾക്ക് കഴിവൊക്കെ താനേ വന്നോളും. അത് അങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.